ഹലോ ഫ്രണ്ട്സ്, ടി ഫാമിലിക്ക് സ്വാഗതം. നമ്മളിന്ന് ദുബായിക്ക് പോവാണ്. 2 വണ്ടിയിലേക്കാണ് പോണത്. ഞങ്ങളെ വണ്ടിയിൽ ഞാൻ, കാക്കുവിന് ഫ്രണ്ട് ആയാഷു, മറ്റേല് ബാക്കി എല്ലാവരും, പിന്നെ അമ്മോനും. എയർപോർട്ടിൽ കയറുന്നതിന് മുമ്പ് എല്ലാവരും മന്തി കയറ്റിയിട്ടാണ് പോയത്. കാരണം ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കിട്ടൂല. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും പിന്നെ എയർപോർട്ടിൽ കിട്ടും. നമ്മൾ കോഴിക്കോട് നിന്ന് റാസൽ ഗെയിമേക്കാണ് പോണത്. ട്രോളി പിന്നെ ഒരു ട്രോളിയൊന്നും പോരാ, 2-3 ട്രോളിയാണ്. അമ്മാര് സാധനങ്ങളുണ്ട്. ഇമ്മ മൈദപ്പൊടിയും പുട്ടുപൊടിയും ഒക്കെ പാടെ കൊടുത്തിട്ട് ഇത് ലഗേജ് കണ്ടമാനുണ്ട്. ഇറങ്ങിയപ്പോൾ മുടിയൊന്ന് സെറ്റാക്കിയിരുന്നു. എത്തിയപ്പോൾ പിന്നെയും കൊള്ളായി. എയർപോർട്ട് ആയിക്കോട്ടെ, ഹൈപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, ചെക്കന്മാരെ ട്രോളിയിൽ ഇരുത്തിയെങ്കിൽ പിന്നെ എല്ലാവരും പിന്നാലെ മണ്ടേണ്ടി വരും. ട്രോളി വരുന്നപ്പോൾ താത്ത അയാനുവിനാണ് ആദ്യം വെച്ചത്, ലഗേജ് ഒന്നുമല്ല. അടുത്ത ട്രോളിയിൽ പിന്നെ അയാശുവിനെ ഇരുത്തി. അതുകൊണ്ട് ആർക്കും പിന്നാലെ മണ്ടേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നില്ല എയർപോർട്ടിൽ കയറുന്ന വരെ. ഇപ്രാവശ്യം പിന്നെ കാക്കുണ്ടായതുകൊണ്ട് എനിക്ക് വലിയ ഇടങ്ങാറേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. നേരെ ബോർഡിംഗ് പാസിൻ്റെ അവിടെ പോയി കണ്ടോ റാസൽ ഗെയിം. പക്ഷെ മച്ചാൻ ട്രോളിയിൽ ഇരുത്തിക്കുകയാണെങ്കിലും ആള് ഫുൾ ഓൺ ചെയ്യുന്നു കേട്ടോ. പക്ഷെ അയാശം അങ്ങനെ ഇന്നില്ല, കരഞ്ഞു പൊളിക്കുന്നു. ഷാനുവിന് പിന്നെ എന്താ പറ്റിയെന്നാവോ, കണ്ണട വെച്ചിട്ട് കുറേ നേരം വെറുതെ ഇങ്ങനെ തുള്ളുന്നു. അങ്ങനെ ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ ഞങ്ങൾ ഗേറ്റിലേക്ക് വന്നു. അതാ ഞങ്ങൾ ഫ്ലൈറ്റ് വരുന്നു. അങ്ങനെ ഫ്ലൈറ്റിന്റെ ബോർഡിങ് തുടങ്ങി. അങ്ങനെ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറി ഓരോ സീറ്റാൾ ഇങ്ങനെ തപ്പൽ കാരണം എല്ലാവർക്കും പല പല സീറ്റ് കിട്ടിയത്. ചെക്കൻ്റെ ആഗ്രഹമല്ലേ വിചാരിച്ചിട്ട് ചെക്കന് വിൻഡോ സീറ്റ് എടുത്തു. അതിന്റെ പൊലിവിലാണ് ഷാനു. ഒരു ഭാഗത്ത് സമാധാനത്തോടെ ഇരിക്കുന്ന ഷാനു, മറുഭാഗത്ത് പിരാൻ തുടിച്ചിരിക്കണ യാനു, നടുവിൽ നാനും. അങ്ങനെ കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് പൊങ്ങി. ഒരു പണിയില്ലാത്തതുകൊണ്ടൊന്നും ഇറങ്ങി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ റാസൽ ഗെയിം എത്തി. 4 മണിക്കൂറിന് ശേഷം ഫ്ലൈറ്റ് റാസൽ ഗെയിമിൽ എത്തും ചെയ്തു. റാസൽ ഗെയിം പറഞ്ഞത് UAE ഒരു ചെറിയൊരു എയർപോർട്ടാണ്. അങ്ങനെ അവിടുന്ന് ടെർമിനലിലേക്ക് നടന്നു ഞങ്ങൾ. പിന്നെ ബാഗേജിൻ്റെ അടുത്ത് ബാഗേജ് എടുത്ത് ഞങ്ങൾ പോയി പുറത്തൊരു കാത്തുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.